Assalamualaikum. Welcome back to Achu's Time. Today I'm going to take a small vlog with my baby sister in a park. She got a milk teeth. In a down, it become little big milk teeth. In the top, it's only coming. So today, we are making her to take her favorite snack. So let's go back to our video. അസ്സലാമലൈക്കും. മോൾക്ക് വോയിസ് ഓവർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞ വോയിസാണ് ഇപ്പോൾ കേട്ടത്. എൻ്റെ ചെറിയ മോൾക്ക് പല്ല് വന്നപ്പോൾ ആദ്യമായിട്ട് പല്ല് വന്നതിൻ്റെ ഒരു പല്ലടക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് ആദ്യമായിട്ട് പല്ല് വരുന്ന സമയത്ത് ഇതുപോലെ പല്ലടയൊക്കെ ഉണ്ടാക്കുന്നൊരു ചടങ്ങുണ്ടല്ലോ. ഏതൊക്കെ നാട്ടിൽ ഇതുപോലുള്ള ചടങ്ങുണ്ടെന്ന് അറിയില്ല. പല്ലടാന്നും നൊണ്ണടാന്നും ഒക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. കുട്ടികൾക്ക് കഴിക്കാനായിട്ടെന്നും പറഞ്ഞിട്ട് വളരെ ചെറിയ സൈസിലാണ് നമ്മൾ ഈ ഒരു പല്ലട ഉണ്ടാക്കാറ്. ഞാനിപ്പോൾ മധുരം വെച്ചിട്ടുള്ള അടയും കുമ്പളപ്പത്തിലും ഉന്നക്കായും മാർബിൾ കേക്കുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റെസിപ്പീസിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് വീഡിയോ ഞാനിതിൽ കാണിക്കുന്നില്ല. എല്ലാം കുറച്ച് കാണിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അടയായിരുന്നു. അട നമ്മൾ നല്ല ജീരകവും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ള അരി ഇതുപോലെ വാഴയില ചെറിയ പീസായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്കായതുകൊണ്ട് ചെറിയ സൈസിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വലിയ വാഴയില ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലൊരിത്തിരി അരി ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കുള്ള ഫില്ലിംഗ് ആയിട്ട് നമ്മുടെ ശർക്കര വെച്ചിട്ടുള്ള തേങ്ങയുടെ വറുത്തതാണ് ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സാധാരണ നമ്മൾ അട ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ ആക്കിയിട്ട് സ്റ്റീം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും അട തയ്യാറാക്കിയെടുക്കുക. ഇതിപ്പോൾ ചെറിയ സൈസിൽ ഞാനിപ്പോൾ ഇവിടെ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിലും ചെറിയ സൈസിലാക്കണമെങ്കിൽ അങ്ങനെയും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ആവശ്യമിൽ വെച്ചിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉന്നക്കായ ആയിരുന്നു. ഉന്നക്കായ്ക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള പഴം തീരെ ശരിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിൻ്റെ നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. നല്ല ട്രഡീഷണലായിട്ട് വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുന്ന ഉന്നക്കായുടെ റെസിപ്പി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അച്ചൂസ് ടൈമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കട്ടോ. ഇതിപ്പോൾ മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഇത് പൊട്ടിപ്പോകുന്ന പോലെ ഉണ്ടായിരുന്നു ആ ഒരു പഴം ശരിയില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടാണ് ഓയിൽ ഫ്രൈ ചെയ്തെടുത്തത്. അങ്ങനെ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് പൊട്ടുമൊന്നും ചെയ്യാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുമ്പളപ്പത്തിലായിരുന്നു. നമ്മൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷെ പല്ലട ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ സൈസ് ചെറുതായിട്ട് ഉണ്ടാക്കുന്നത് അത്രമാത്രം. പിന്നെ ഈ ഒരു കുമ്പളപ്പത്തിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടായിരുന്നു ഈ ഒരു കുമ്പളപ്പത്തിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ചെറിയ സൈസിൽ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് നമ്മൾ ബോയിൽ ചെയ്ത എഗ്ഗ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലോട്ട് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് സാധാരണ ഒരു കുമ്പളപ്പത്തിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പിരിച്ചെടുത്തിട്ട് ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫില്ലിംഗ് ആയിരുന്നു ഇതിൻ്റെത്. കണ്ടില്ലേ, വളരെ ചെറിയ സൈസായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ ഉന്നക്കായി പൊരിച്ചെടുത്തിട്ടുള്ള ആ ഒരു സെയിം ഓയിൽ തന്നെ ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വ്ളോഗും വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മാർബിൾ കേക്കായിരുന്നു. മാർബിൾ കേക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഈ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇടുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണിത്. എൻ്റെ മോളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇതിന് ശേഷം ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു കുഞ്ഞ് പാർക്കിൽ പോയിട്ടാണ് ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തുള്ള റെയ്യാൻ പാർക്കിൽ പോയപ്പോഴേ 3:30 ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല വെയിലും ചൂടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറൊരു പാർക്കിലാണ് പോയത്. ആ ഒരു പാർക്ക് എന്ന് പറയുന്നത് മക്കൾ ഫിഫക്ക് വേണ്ടിയിട്ട് ക്രൊയേഷ്യൻ ടീമിൻ്റെ പ്ലെയർ സ്ക്വാഡായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സമയത്ത് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു പാർക്കിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്നാക്കാണോ എടുക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയും പിന്നെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ചൂടും ഒന്നും ഇല്ലായിരുന്നു. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ഇവിടെ പോയിരിക്കേ.
Oh, come. Ah. Maşallah, maşallah. Ayşe'yi pidikan. കളിക്കാനുള്ള ഇതുപോലുള്ള കുറേ സംഭവങ്ങളും പിന്നെ കുറേ പൂച്ചയൊക്കെ ആയിട്ട് ഇവർക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അധികം വെയിലോ ചൂടോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഈ നാട്ടിലൊക്കെ നമ്മുടെ പല്ലടയുടെ പേരും പറഞ്ഞ് കുഞ്ഞു കുട്ടികൾക്കെന്നും പറഞ്ഞ് ചെറിയ സൈസിൽ ഇതൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് വലിയവർ തന്നെയായിരിക്കും കഴിക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ മൂത്ത ആളുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അവർക്ക് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ. അപ്പോൾ ആ കുട്ടികൾക്കാണ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഒരു കുഞ്ഞു വ്ളോഗാണിത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.